ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയ വായന സുഹൃത്തെ, താങ്കൾക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് ഡിസംബർ 9, ഒന്നാമത്തെ വായനാഭാഗം യോബിൻ്റെ പുസ്തകം 11-ാം അധ്യായം. ഈ അധ്യായം അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ സുഹൃത്ത്, തന്നെ കാണാൻ വന്നിരിക്കുന്ന 3 സുഹൃത്തുക്കളിൽ മൂന്നാമൻ എന്ന് പറയുന്നതല്ല, 2 പേർ സംസാരിച്ചു കഴിഞ്ഞു, ഇനി മൂന്നാമത്തെ ആൾ എന്നർത്ഥത്തിലാണ്. സോഫർ ആണ് ഇവിടെ സംസാരിക്കുന്നത്. സോഫറും പറയുന്നത് ഈ യോബ് തൻ്റെ സംബന്ധിച്ചുള്ള നൈർമല്യവും നിഷ്കളങ്കതയും നീതിയുക്തമായ പ്രവൃത്തികളും ന്യായവും ഒക്കെ ദൈവത്തോടും ഈ സുഹൃത്തുക്കളോടും ഒക്കെ പറയുന്നതിനെ കേട്ടിട്ട് അത് അദ്ദേഹത്തെ സംബന്ധിച്ച് അസഹനീയമാകുകയാണ്. അതുകൊണ്ട് തന്നെ മറ്റു 2 പേരും പറഞ്ഞതുപോലെ തന്നെയുള്ള കാര്യങ്ങളാണ് സോഫറും പറയുന്നത്. സോഫർ പറയുന്നത്, നീ ഈ തെറ്റും കുറ്റങ്ങളും ഒക്കെ ചെയ്തിട്ടും ഈ ശിക്ഷ അനുഭവിച്ചിട്ടും നീ ഒരുപാട് സംസാരിക്കുന്നുണ്ട്. വാഗ്ബാഹുല്യത്തിന് ഉത്തരം പറയേണ്ടയോ? വിടുവായ നീതിമാനായിരിക്കുമോ? നിന്റെ വായ്പട കേട്ടിട്ട് പുരുഷൻ മിണ്ടാതിരിക്കുമോ? നീ പരിഹസിക്കുമ്പോൾ നിന്നെ ലജ്ജിപ്പാൻ ആരുമില്ലാതിരിക്കുമോ? എന്നൊക്കെയാണ്. അതായത് ഇതൊക്കെ പറഞ്ഞു കേട്ടിട്ട് എങ്ങനെയാണ് മിണ്ടാതിരിക്കുക? എൻ്റെ ഉപദേശം നിർമ്മലമെന്നും തൃക്കണ്ണന് ഞാൻ വെടിപ്പുള്ളവനെന്നും നീ പറഞ്ഞുവല്ലോ. അതതിൻ്റെ 10-ാമത്തെ അധ്യായത്തിൻ്റെ 7 ഞാൻ കുറ്റക്കാരനല്ല എന്ന് നീ അറിയുന്നു എന്ന് ദൈവത്തോട് പറയുന്നൊരു വാക്കുണ്ട്. നീ നിർമ്മലനാണെന്നൊക്കെ നീ പറഞ്ഞല്ലോ. ദൈവം നിന്റെ നേരെ അധരം തുറന്നാൽ നീ കാര്യങ്ങൾ ഗ്രഹിക്കും. അങ്ങനെ ഗ്രഹിച്ചെങ്കിൽ കൊള്ളാം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ചെയ്താൽ എന്ത് ചെയ്യും? ദൈവം വാവ് തുറന്ന് നിന്റെ കുറ്റമെല്ലാം പറഞ്ഞാൽ നീ അങ്ങനെ അവിടെ നിൽക്കാൻ പറ്റുമോ? നിനക്ക് ഈ പറഞ്ഞ പോലെ ഞാൻ നീതിമാനാണെന്ന്, ന്യായമുള്ളവനാണെന്ന് നീ പറയുമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ദൈവത്തിൻ്റെ അഗാധത്വം നിനക്ക് ഗ്രഹിക്കാൻ പറ്റുമോ? സർവശക്തിയുടെ സമ്പൂർത്തി നിനക്ക് മനസ്സിലാകുമോ? അത് ആകാശത്തോളം ഉയരമുള്ളത്. നീ എന്ത് ചെയ്യും? അത് പാതാളത്തേക്കാൾ അഗാധമായത് നിനക്ക് എന്തറിയാം? അതിൻ്റെ പരിണാമം ഭൂമിയേക്കാൾ നീളവും സമുദ്രത്തേക്കാൾ വീതിയുമുള്ളത്. അവൻ കടന്നു വന്ന് ബന്ധിക്കുകയും വിസ്താര സഭയെ കൂട്ടുകയും ചെയ്താൽ അവനെ തടുക്കുന്നതാർ. അപ്പം ദൈവത്തിൻ്റെ പക്ഷത്ത് നിന്ന് സംസാരിക്കുന്നതായിട്ടാണ് സോഫർ പറയുന്നത്. നീ നിസ്സാരനായൊരു മനുഷ്യൻ, നീ ദൈവത്തിൻ്റെ മുമ്പിൽ നീ വലിയ കാര്യങ്ങൾ ആണ്, നിൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല, നീ ശരിയാണ്, ന്യായമാണ് ചെയ്തത് എന്നൊക്കെ പറയുമ്പോൾ നീ സർവശക്തനെ നിരസിക്കുന്നത് പോലെയാണ്. അല്ലെങ്കിൽ സർവശക്തനോട് ഈ വന്നുപോയ കഷ്ടങ്ങൾക്ക് സർവശക്തനെ കുറ്റപ്പെടുത്തും പോലെയാണ് എന്നൊക്കെയാണ് അദ്ദേഹം യോബിനോട് പറയുന്നത്. നീ നിന്റെ ഹൃദയത്തെ സ്ഥിരമാക്കി അവങ്കിലേക്ക് കൈമലർത്തുമ്പോൾ നിന്റെ കയ്യിൽ ദ്രോഹമുണ്ടെങ്കിൽ അതിനെ അകറ്റുക, നീതികേട് നിന്റെ കൂടാരങ്ങളിൽ പാർക്കരുത്. അപ്പോൾ നീ ഇത് മനസ്സിലാക്കിയിട്ട് ദൈവത്തോട് ഹൃദയപൂർവ്വം യാചിച്ചാൽ ദൈവം നിനക്ക് ക്ഷമ തരും എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ചെയ്യേണ്ടതിന് പകരം നീ ഈ പറഞ്ഞ നിന്റെ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ എന്താണ് അതിനകത്ത് കാര്യം എന്നുള്ളതാണ് സോഫർ ചോദിക്കുന്നത്. അപ്പം അങ്ങനെ ദൈവം ക്ഷമിച്ച് നിന്നെ വിടുവിച്ചാൽ നീ കഷ്ടത മറക്കും, ഒഴുകിപ്പോയ വെള്ളം പോലെ അതിനെ ഓർക്കും. ഇതെല്ലാം കഴിഞ്ഞു പോയതിനെക്കുറിച്ച് ആശ്വാസിക്കും. നിന്റെ ആയുസ് മധ്യാഹ്നത്തേക്കാൾ പ്രകാശിക്കും, ഇരുൾ പ്രഭാതം പോലെയാകും. ഇതൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് നീ എല്ലാം തികഞ്ഞവനാണെന്നുള്ള ചിന്തയും വർത്തമാനവും വിട്ട് നീ ദൈവത്തോട് അപേക്ഷിക്കുന്നതാണ് നല്ലത്. ദൈവത്തെ കുറ്റം വിധിക്കുന്ന തരത്തിലുള്ള വർത്തമാനങ്ങൾ പറയരുത്. ഇതൊക്കെയാണ് സോഫർ പറയുന്ന വാക്കുകളുടെ ആശയം. 2-ാമത്തെ വായനാഭാഗം മീഖ പ്രവചനം 7-ാം അധ്യായം. ഇതോടുകൂടി ഈ മീഖ പ്രവചനത്തിൻ്റെ അവസാനത്തെ അധ്യായം ഇതിലെത്തുകയാണ്. ഇതോടുകൂടി ഈ മീഖ പ്രവചനം അവസാനിക്കുന്നു. മീഖ പ്രവചനം മുമ്പ് നമ്മൾ കണ്ടതുപോലെ, ആദ്യം മുതൽ വായിച്ചതുപോലെ, ഇത് ഇസ്രായേലിനോ യഹൂദയ്ക്കോ മാത്രമുള്ളതല്ല, 2 പേരോടുമുള്ള ദൈവത്തിൻ്റെ അരുളപ്പാടാണ്. 2 പേരും ദൈവത്തിൽ നിന്ന് തെറ്റിയൊഴിഞ്ഞ് അന്യ ദൈവങ്ങളെയും അന്യ ആരാധനയും ഒക്കെയായി അവരവരുടെ സ്വന്തം ഹൃദയത്തിൻ്റെ ഇഷ്ടം, ദൈവത്തിൻ്റെ ഇഷ്ടമല്ല അന്വേഷിക്കുന്നത്, സ്വന്തം ഹൃദയത്തിൻ്റെ ഇഷ്ടം അന്വേഷിച്ച് അവർ ജീവിക്കുന്ന 2 ജനസമൂഹങ്ങളാണ്. ദൈവം തന്നെയാണ് ഇവരെ രണ്ടാക്കിയത്. പക്ഷെ അവർ 2 കൂട്ടരും ഒരേ രീതിയിൽ ചെറിയ വ്യത്യാസങ്ങളോടെ അവർ ദൈവത്തെ ഉപേക്ഷിച്ച് കളഞ്ഞിരിക്കുന്ന സാഹചര്യമാണ്. ഇവിടെയാണ് ഈ മീഖ 7-ാം അധ്യായത്തിൽ പറയുന്നത്, എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ
പഴം പറിച്ച ശേഷം എന്ന പോലെയും മുന്തിരിപ്പഴം പറിച്ച ശേഷം കാല പറക്കുന്നത് പോലെയും ഞാൻ ആയല്ലോ. അപ്പോൾ ഇത് ഞാനായെന്ന് പറയുമ്പോൾ യഥാർത്ഥ ഞാനല്ല, ഈ ജനമാണ് അങ്ങനെ ആയിരിക്കുന്നത്. തിന്മാരൊരു മുന്തിരിക്കലയുമില്ല, ഞാൻ കൊതിക്കുന്ന അത്തിയുടെ തലപ്പഴവുമില്ല. ഭക്തിമാൻ ഭൂമിയിൽ നിന്ന് നശിച്ചുപോയി, മനുഷ്യരുടെ ഇടയിൽ നേരുള്ളവൻ ആരുമില്ല. അവരൊക്കെയും രക്തത്തിനായി പതിയിരിക്കുന്നു, ഓരോരുത്തൻ താൻ്റെ സഹോദരനെ വല വെച്ച് പിടിപ്പാൻ നോക്കുന്നു. അപ്പം അവർ ചെയ്തിരിക്കുന്ന ഇതാണ്, തങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകളോട് തന്നെ അവർ ദ്രോഹം ചെയ്യുന്നു, അവർ ചൂഷണം ചെയ്യുന്നു, അവർ പിടിച്ചു പറിക്കുന്നു, അവർ ഉപദ്രവിക്കുന്നു, അവർ അതിര് വെട്ടിയെടുക്കുന്നു. ഇതൊക്കെ സ്വന്തം സഹോദരങ്ങളോട് ചെയ്യുന്നു എന്നുള്ളതാണ്. ജനത്തിൻ്റെ പ്രഭു ജനത്തിന് എന്തെങ്കിലും കാര്യം ചെയ്തു കൊടുക്കുമ്പം അവരോട് പ്രതിഫലം വാങ്ങുന്നു. ന്യായം ചെയ്യേണ്ടവൻ ന്യായം ചെയ്യാതെ അതിന് കൈക്കൂലി വാങ്ങുന്നു. ഇതൊക്കെ ഇവർ പക്ഷേ ഇത് നമ്മൾ ഓർക്കേണ്ടത്, നമ്മൾ ഈ ദൈവത്തിൻ്റെ ജനത്തോട് തന്നെയോ അല്ലെങ്കിൽ മനുഷ്യരോട് തന്നെയോ തെറ്റുകൾ ചെയ്യുമ്പോഴും പാപം ചെയ്യുമ്പോഴും യഥാർത്ഥത്തിൽ അത് ദൈവത്തോടാണ് ചെയ്യുന്നത്. അതൊരിക്കലും മനുഷ്യനോട് ചെയ്യുന്നത് മാത്രമായിട്ടല്ല കണക്കാക്കുന്നത്. ഇപ്പോൾ പുറത്തെ ഇപ്പം അത് ദൈവത്തിൻ്റെ മക്കൾക്കാണ്, അല്ലാതെ ഈ നിയമമുള്ളവർക്കാണ് പ്രധാനമായും അതുള്ളത്. പക്ഷെ നിയമമുള്ളവരും തമ്മിൽ മാത്രമല്ല, നിയമമില്ലാത്ത ജാതികളോട് ആ തെറ്റുകൾ ചെയ്താലും അത് ദൈവത്തോട് ചെയ്യുന്ന പോലെ തന്നെയാണ്. അപ്പോൾ എന്നിട്ട് ഇവിടെ പറയുകയാണ്, നിന്റെ ദർശകന്മാർ പറഞ്ഞ ദിവസം, അതായത് നിന്റെ സന്ദർശന ദിവസം തന്നെ വരുന്നു. ഇപ്പോൾ പരിഭ്രമം അവരെ വന്ന് ഭവിക്കും. അപ്പം ഇവരെ ഈ ന്യായവിധി അല്ലെങ്കിൽ ശിക്ഷയുടെ കാലം എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പായ കാര്യം. ആ ഉറപ്പിനെ സംബന്ധിച്ചാണ് അത് പ്രവാചകന്മാർ നേരത്തെ അറിയിച്ചതുപോലെ, നിന്റെ ദർശകന്മാർ നേരത്തെ അറിയിച്ചതുപോലെ തന്നെ ആ ദിവസം ഉറപ്പായി വരും. അന്ന് ഈ ജനത്തിനൊക്കെ നഷ്ടമായി പോകുന്ന ദൈവരാജ്യത്തിൻ്റെ അവസ്ഥ, കരച്ചിലും പല്ലുകടിയും ഉണ്ടാകുന്നൊരവസ്ഥ, കോലാടുകളെ പോലെയും ചെമ്മരിയാടുകളെ പോലെയും വേർതിരിക്കുന്ന ദിവസം, അതെല്ലാം വളരെ കഷ്ടത്തിലേക്ക്, ഇന്ന് അനുഭവിച്ച പോലുള്ള കഷ്ടമല്ല, വലിയ കഷ്ടത്തിലേക്ക് പോകുന്നൊരവസ്ഥയാവും. അതൊക്കെയാണ് പ്രവാചകൻ ഇവിടെ പറയുന്നത്. എന്നിട്ട് പറയാണ്, കൂട്ടുകാരനെ വിശ്വസിക്കരുത്, സ്നേഹിതനിൽ ആശ്രയിക്കരുത്. മാത്രമല്ല, നിന്റെ ഭാര്യ എന്ന് പറയുന്ന അവളോട് പോലും നീ രഹസ്യങ്ങൾ പറയാതെ നിന്റെ വായെ കാത്ത് സൂക്ഷിക്കണം. മകൻ അപ്പനെ നിന്ദിക്കുന്നു, മകൾ അമ്മയോടും മരുമകൾ അമ്മായിയമ്മയോടും എതിർത്ത് നിൽക്കുന്നു. എന്നിട്ട് പറയാണ്, മനുഷ്യൻ്റെ ശത്രുക്കൾ അവരുടെ വീട്ടുകാർ തന്നെ. അങ്ങനെ പറയുമ്പോൾ നമുക്കെപ്പോഴും അങ്ങനെയല്ലല്ലോ, മനുഷ്യൻ്റെ ശത്രുക്കൾ പുറത്തുള്ളവരല്ലേ എന്നല്ലേ നമ്മൾ പറയൂ. വീട്ടുകാർ തന്നെ ശത്രുക്കളാകുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ യോബിൻ്റെ കാര്യം, നമ്മൾ യോബിൻ്റെ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. യോബ് നേരുള്ളവനായി, നിഷ്കളങ്കനായി, ദൈവഭക്തനായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനാണെന്ന് ദൈവത്തിൻ്റെ വചനം തന്നെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് നന്നായിട്ട് അറിയാം. എന്നാൽ ഈ തങ്ങൾക്ക് വന്ന കഷ്ടങ്ങൾ ഒക്കെയും അറിഞ്ഞിട്ട് വീണ്ടും അദ്ദേഹം ഭക്തി വിടാതെ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് ഭാര്യ പറയാണ്, നീ നിന്റെ വിശ്വാസം ഉപേക്ഷിച്ചിട്ട് ദൈവത്തെ തള്ളിപ്പറഞ്ഞിട്ട് പോയി ചാകട എന്ന് പറയുന്ന ഒരവസ്ഥയിൽ നിൽക്കുന്ന, സ്വന്തം കൂടെ എത്രയോ വർഷമായി ജീവിക്കുന്ന 7 3 10 മക്കളുടെ അമ്മയായ, യോബിൻ്റെ മക്കളുടെ അമ്മയായ, എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിച്ചു വരുന്ന യോബിനാൽ എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിച്ചു വരുന്ന ഒരു സ്ത്രീ ആ മനുഷ്യനോട് പറയുകയാണ്. അപ്പോൾ ഇവിടെ ഇത് പല സ്ഥലത്തും നമുക്ക് കാണാൻ കഴിയും, ഒരുപാട് സ്ഥലങ്ങളിൽ ഇത് കാണാൻ കഴിയും. ഈ വീട്ടുകാർ തന്നെ വീട്ടിലുള്ളവരുടെ ശത്രുക്കൾ. അപ്പോൾ ഈ ഭക്തിയുടെ മാർഗത്തിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഏറ്റവും കൂടുതൽ ശത്രുത വരുന്നത്. അല്ലാതെ പല കാര്യങ്ങളും അവരുടെ സൗകര്യത്തിന് ചെയ്തു കൊടുക്കാനൊക്കില്ല. കാരണം ദൈവത്തിൻ്റെ നിയമം അറിയാവുന്നത് കൊണ്ട്, എനിക്കത് ചെയ്യാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് വീട്ടുകാരുടെ ഇഷ്ടത്തിന് പല കാര്യങ്ങളും ചെയ്തു കൊടുക്കാനൊക്കില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ അവരുടെ ഇഷ്ടങ്ങൾ ചെയ്യാതിരിക്കുമ്പോൾ അവർ ശത്രുവായി മാറും. ഇതിനൊക്കെ വലിയ ആശയമുള്ള ഒരു ഒറ്റ വാക്ക് തന്നെയാണിത്. ഒരുപാട് കാര്യങ്ങൾ അതിനെ സംബന്ധിച്ച് സംസാരിക്കാനുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെ സംസാരിക്കാനുള്ള സമയമില്ലല്ലോ. അതല്ല ഇവിടുത്തെ ഉദ്ദേശം. ഇവിടുത്തെ ഒരു ചെറിയൊരു വിവരണം ഈ ഓരോ അധ്യായങ്ങളെ സംബന്ധിച്ച് സംസാരിക്കാനാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പുസ്തകത്തിലെ ഈ 7-ാമത്തെ അധ്യായം പൂർണ്ണമായും ഒരു വരി പോലും വിട്ടുകളയാതെ വായിക്കാനുള്ളതുകൊണ്ട് അത് വായിക്കാൻ തന്നെ ഞാൻ അപേക്ഷിക്കുകയാണ്. അങ്ങനെ വായിച്ചാൽ മാത്രമാണ്, അല്ല ഇത് നമുക്ക് വായിച്ചു തീർക്കലല്ലോ ഈ ഉദ്യമത്തിൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് ചുരുക്കമായി ചില കാര്യങ്ങൾ പറയാനേ ഒക്കുള്ളൂ. പക്ഷേ ഈ ഒരു അധ്യായം, 7-ാം അധ്യായം പൂർണ്ണമായും മനസ്സിരുത്തി വായിക്കേണ്ട ഒരു അധ്യായം തന്നെയാണ്. എന്നിട്ട് അതിൻ്റെ അടുത്ത പാരഗ്രാഫിൽ, ഞാൻ യഹോവയിലേക്ക് നോക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും. ഇവിടെ ഞാനെന്ന് പറഞ്ഞിട്ടാണല്ലോ തുടങ്ങിയത്, എനിക്ക് അയ്യോ കഷ്ടമെന്ന് പറഞ്ഞിട്ടാണല്ലോ തുടങ്ങിയത്. അപ്പോൾ കഷ്ടമായിരിക്കുന്ന ഒരു മനുഷ്യൻ, ഒരു സമൂഹം, ഒരു ജനം, അതിൻ്റെ അടുത്ത
കന്യകയിലേക്ക് വരുമ്പം അദ്ദേഹം പറഞ്ഞു, ഞാനോ യഹോവയെങ്കിലേക്ക് നോക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും, എൻ്റെ ദൈവത്തിൻ്റെ പ്രാർത്ഥന കേൾക്കും. അതാണ് ഒറ്റ വാക്യത്തിൽ തന്നെ വളരെ ഞാനെന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അതായത് തെറ്റിലേക്കും കുറ്റങ്ങളിലേക്കും പോയ, ശിക്ഷ അനുഭവിക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തെ മറന്നുപോയ, അന്യദൈവങ്ങളെ ആരാധിക്കുന്ന ഞാൻ എന്താണ് ചെയ്യേണ്ടത്? യഹോവയെങ്കിലേക്ക് നോക്കണം, എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കണം, എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുക തന്നെ ചെയ്യും. എന്നിട്ട് പറയുകയാണ്, എൻ്റെ ശത്രുവായുള്ളവളെ എന്നോട് ചൊല്ലി സന്തോഷിക്കരുത്. വീണുവെങ്കിലും ഞാൻ വീണ്ടും എഴുന്നേൽക്കും. ഞാൻ ഇരുട്ടത്തിരുന്നാലും യഹോവ എനിക്ക് വെളിച്ചമായിരിക്കുന്നു. യഹോവ എൻ്റെ വ്യവഹാരം നടത്തി എനിക്ക് ന്യായം പാലിച്ചു തരുവോളം ഞാൻ അവൻ്റെ ക്രോധം വഹിക്കും. ഞാൻ അവനോട് പാപം ചെയ്തുവല്ലോ. അപ്പോൾ ഈ തിരിച്ചറിവാണ് ഇല്ലാതെ പോകുന്നത്, നഷ്ടപ്പെട്ടു പോയതെന്നുള്ളത്. ഞാൻ ചെയ്യുന്നത് ശരി തന്നെയാണ്, ഞാൻ ന്യായത്തിലാണ്, ഞാൻ നീതിയാണ്, ഞാൻ ശരിയാണ്, ഞാൻ കറക്റ്റാണ് എന്ന് പറയുന്ന ഒരു ജനം, അത് ഇന്ന് ഉള്ള നമ്മളോരോരുത്തരുമായാലും അത് അങ്ങനെ തന്നെ ആണ് ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പം ഇവിടെ എന്നാൽ ഉണ്ടാകേണ്ട മനോഭാവമാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. ഞാൻ വീണുവെങ്കിലും വീണ്ടും എഴുന്നേൽക്കും, ഞാൻ ഇരുട്ടത്തിരുന്നാലും ദൈവം എനിക്ക് വെളിച്ചമായിരിക്കുന്നു. യഹോവ എൻ്റെ വ്യവഹാരം നടത്തി എനിക്ക് ന്യായം പാലിച്ചു തരുവോളം അവൻ്റെ ക്രോധം ഞാൻ വഹിക്കും. അപ്പോൾ ദൈവത്തിന് ശിക്ഷ വഹിച്ചേ വെക്കുള്ളൂ, അത് തള്ളിക്കളയാനൊക്കെ ഒന്നുമല്ല. അവൻ എന്നെ വെളിച്ചത്തിലേക്ക് പുറപ്പെടുവിക്കുകയും ഞാൻ അവൻ്റെ നീതി കണ്ട് സന്തോഷിക്കുകയും ചെയ്യും എന്നാണ്. അപ്പോൾ എൻ്റെ ശത്രു അത് കാണും. എൻ്റെ ശത്രു ആരാണ്? ഇസ്രായേലിൻ്റെ ശത്രു നമ്മൾ കാണുന്ന അശൂര്യരെ കാണുന്നുണ്ട്, അതുപോലെ തന്നെ കൽദയരെ കാണുന്നുണ്ട്. ഇവരൊക്കെ ഈ വേറെയും ശത്രുക്കളുണ്ട്, മിസ്രൈമിലുണ്ട്, ഇവരൊക്കെയും, അതുപോലെ ഏദോമ്യരുണ്ട്, പലസ്തീനികളുണ്ട്. ഇവരെല്ലാവരും ഇവരുടെ യഥാസ്ഥാനപ്പെടൽ കണ്ട് അവരത് കാണും എന്നുള്ളതാണ്. എൻ്റെ ശത്രു അത് കാണും. അത് കഴിഞ്ഞിട്ട് സമുദ്രം മുതൽ മിസ്രയീം മുതൽ നദി വരെയും, സമുദ്രം മുതൽ സമുദ്രം വരെയും, പർവ്വതം മുതൽ പർവ്വതം വരെയും അവർ നിന്റെ അടുക്കൽ വരും. എന്നാൽ ഭൂമി നിവാസികൾ നിമിത്തവും അവരുടെ പ്രവൃത്തികളുടെ ഫലം ഹേതുവായും ശൂന്യമായി തീരും. കർമ്മേലിന്റെ മധ്യേ കാട്ടിൽ തനിച്ചിരിക്കുന്നതും നിന്റെ അവകാശമായി നിന്റെ ജനമായ ആട്ടിൻകൂട്ടത്തെ നിന്റെ കോൽ കൊണ്ട് മേയിക്കണമേ. പുരാതന കാലത്ത് എന്ന പോലെ അവർ ബാശാനിലും ഗിലെയാദിലും മേഞ്ഞുകൊണ്ടിരിക്കട്ടെ. നീ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെട്ട കാലത്തെന്ന പോലെ ഞാൻ അവനെ അത്ഭുതങ്ങൾ കാണിക്കും. ജാതികൾ കണ്ടിട്ട് തങ്ങളുടെ വീര്യത്തിലും ലജ്ജിക്കും. അവർ വായ്മേൽ കൈവയ്ക്കും, ചകരന്മാരായി തീരുകയും ചെയ്യും. അപ്പം ഇവർക്ക് ഉള്ള ഉദ്ധാരണത്തെ സംബന്ധിച്ചാണ് അവിടെ പറയുന്നത്. ഉദ്ധാരണം സംഭവിക്കുന്നതിന് മുമ്പ് ഇവരുടെ ഈ ഗതികെട്ട ഒരവസ്ഥയിലേക്ക് പോകാൻ കാരണക്കാരായ രാജ്യങ്ങൾ പലതുണ്ട്. ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ പല രാജ്യങ്ങളുമുണ്ട്, പല ദേശങ്ങളുമുണ്ട്, പല ജനവുമുണ്ട്. അവരൊക്കെ ഇത് കണ്ട് ലജ്ജിച്ചു പോകുമെന്നാണ് വായിക്കുന്നത്. അപ്പം അവരുടെ അങ്ങനെ ഇവരെ ഉപദ്രവിച്ചവരെ നിന്ന് വിടുവിച്ച് അവരെക്കാൾ ഉന്നതമായ സ്ഥലത്ത് ഇവരെയൊക്കെ ആക്കും. ഈ ഇസ്രായേലിനെ ആക്കുമ്പോൾ, യഹൂദയെ ആക്കുമ്പോൾ, അല്ലെങ്കിൽ യഹൂദരെ ആക്കുമ്പോൾ, അത് ഈ ശത്രുക്കളായിരിക്കുന്നു. ഇന്നും ഇസ്രായേലിന് ശത്രുക്കളാണ് ഭൂമിയിലുള്ളത്. ഭൂരിപക്ഷം രാജ്യങ്ങളും ഇസ്രായേലിന് ശത്രുക്കളാണ്. ചിലരൊക്കെ നിഷ്പക്ഷമായിരിക്കുന്നുണ്ട്, ചിലർക്ക് കാര്യങ്ങൾ അറിയില്ല, അല്ലെങ്കിൽ ചരിത്രം അറിയില്ല എന്നുള്ളതുകൊണ്ട് അവരെ ബാധിക്കുന്ന വിഷയമല്ലാത്തതുകൊണ്ട് അവരൊക്കെ നിശബ്ദമായിരിക്കുന്നു. എന്നാൽ ഒരുപാട് രാജ്യങ്ങൾ ഇസ്രായേലിനെതിരാണ്. സാമ്പത്തിക ശക്തികൾ പലതും ഇസ്രായേലിനെതിരാണ്. അപ്പോൾ അവിടെ അത് ഇന്നും അങ്ങനെ തന്നെയാണ്. പക്ഷെ അവരെക്കാളും ഒക്കെ ഇന്ന് വളരെ ഒരു ചെറിയൊരു പ്രദേശമായിട്ട്, ചെറിയ ഒരു ജീവിതമായിട്ട് അവരിങ്ങനെ നടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നു. ലോക ജനത്തിൻ്റെ മുന്നിൽ അവർക്കൊരു വിലയില്ല. എന്നാൽ അവർ എന്തായി തീരും എന്നുള്ളതാണ് ദൈവം ഇവിടെ പറയുന്നത്. അവർ പേടിച്ചും കൊണ്ട് നമ്മുടെ ദൈവമായ യഹോവയുടെ അടുക്കൽ വരികയും നിന്നെ ഭയപ്പെടുകയും ചെയ്യും. ആരാണ്? ഇവരുടെ ശത്രുക്കളായിട്ടുള്ളവർ. അകൃത്യം ക്ഷമിക്കുകയും തൻ്റെ അവകാശത്തിൽ ശേഷിപ്പുള്ളവരോട് അതിക്രമം മോചിക്കുകയും ചെയ്യുന്ന നിന്നോട് സമനായ ദൈവം ആരുള്ളൂ? അത് മീഖായുടെ ബോധ്യം ഈ ഇസ്രായേൽ ജനത്തിനും ഉണ്ടാകേണ്ടതാണ്. അതുകൊണ്ട് ഇന്ന് ഇത് വായിക്കുന്ന നമുക്കും ഉണ്ടാകേണ്ട ബോധ്യമാണ്, യഹോവയായ ദൈവത്തോട് സമനായ ദൈവം ആരുള്ളൂ? അങ്ങനെ ഒരു ദൈവമേ ഇല്ല. ദൈവം തന്നെ പറയുന്നത് എന്താണ്? യശയ്യാപ്രവചനത്തിൽ, എനിക്ക് അങ്ങനെ ഒരുത്തനെ അറിയില്ല, എനിക്ക് മറ്റൊരു ദൈവത്തെ അറിയില്ല, അങ്ങനെ ഒരുവനില്ല എന്ന് തന്നെയാണ്. അവൻ എന്നേക്കും കോപം വെച്ചുകൊള്ളുന്നില്ല, ദയയിലല്ലോ അവന് പ്രസാദമുള്ളൂ. ഈ ജനത്തോട് തന്നെ പറയുകയാണ്, നിങ്ങളുടെ തെറ്റുകളും കുറ്റങ്ങളും കാരണം എന്നുമെന്നേക്കും അവൻ നിങ്ങളോട് കോപം വെച്ചുകൊണ്ടിരിക്കില്ല. നിങ്ങളോട് ക്ഷമിക്കാൻ അവൻ തയ്യാറാണ്. നിങ്ങളാണ് മനം തിരിഞ്ഞ് ദൈവത്തിലേക്ക് വരാനുള്ളത്. ദയയിലല്ലോ അവന് പ്രസാദമുള്ളത്. അവൻ നമ്മോട് വീണ്ടും കരുണ കാണിക്കും, നമ്മുടെ അകൃത്യങ്ങളെ ചവിട്ടിക്കളയും. അവരുടെ പാപങ്ങളൊക്കെ നീ സമുദ്രത്തിൻ്റെ ആഴത്തിലിട്ട് കളയും. പുരാതന കാലം മുതൽ നീ തങ്ങളുടെ പിതാക്കന്മാരോട് സത്യം ചെയ്തിരിക്കുന്ന അങ്ങയുടെ വിശ്വസ്തത അങ്ങ് യാക്കോബിനോടും അങ്ങയുടെ ദയ അബ്രഹാമിനോടും കാണിക്കും. അത് ഒരു വലിയ ഉറപ്പായ ഒരു സംഗതിയാണ് മീഖ ഇവിടെ പറയുന്നത്.
എത്ര കുറ്റം ചെയ്ത് മാറിപ്പോയാലും യാക്കോബിനോടും അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും ഒക്കെ ചെയ്ത അങ്ങയുടെ വാക്കങ്ങ് മറക്കുകയില്ല. ഈ ജനത്തെ പൂർണ്ണമായും തള്ളിക്കളയില്ല. ഒരു ശേഷിപ്പ് എന്തായാലും ഉണ്ടാകും. അത് നമ്മുടെ ബൈബിളിലെ പല ഭാഗങ്ങളിലും നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കി. ഈവൻ പുതിയ നിയമ പുസ്തകങ്ങളിൽ പോലും വായിക്കുമ്പോൾ ഈ ഒരു ശേഷിപ്പ് ഉണ്ടെന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായ ഉറപ്പുണ്ട്. എന്നേക്ക് നശിച്ചു പോകുന്ന ജനം 2000 വർഷത്തോളം ആ ദേശത്തോ എങ്ങുമില്ലാതെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ചെറിക്കപ്പെട്ട ദൈവം തന്നെ നേരത്തെ പറഞ്ഞുകൊണ്ടാണ് ചെയ്തത്. യിരെമ്യാ പുസ്തകത്തിലൊക്കെ നമുക്ക് വായിക്കാൻ പറ്റും, നിങ്ങളെ ഭൂമിയുടെ അറ്റങ്ങളിലുള്ള ചിതറിക്കുമെന്നുള്ളത്. ആ ചിതറിക്കിന് ശേഷം അവിടെയും തന്നെ പറയുന്നുണ്ട്, അതിനുശേഷം ഞാനൊരു സമയത്ത് നിങ്ങളെ അവിടെ നിന്ന് എല്ലാവരും കൂട്ടിച്ചേർക്കും. അപ്പോൾ കൂട്ടിച്ചേർത്ത കാലത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ഇസ്രായേൽ കൂട്ടിച്ചേർക്കപ്പെട്ടു, അവർക്കൊരു സമൂഹമായി ആയിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും അവർ ഇപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ മണിപ്പൂർ പോലുള്ള സ്ഥലങ്ങളിൽ ഇപ്പോഴും ആയിരിക്കുന്ന ബാക്കി ദേശത്തെവിടെയെങ്കിലുമൊക്കെ ആയിട്ടുള്ള ഇസ്രായേലരെ അവിടുന്ന് കൂട്ടിച്ചേർക്കുന്നൊരു പണിയും അവർ ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇസ്രായേലരായ യഹൂദരായ ലോകത്ത് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തിരിച്ചു വരാൻ ഇവിടേക്ക് വരാൻ മനസ്സുള്ളവരുണ്ടെങ്കിൽ അവരുടെ അപ്പനപ്പൂപ്പന്മാരാണ് അവിടുന്ന് പോയി ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലായിപ്പോയത്. അവരുടെ കൊച്ചുമക്കളാണ് ഇന്ന് അവിടെ ഉള്ളത്. അവർക്ക് ആ ഇസ്രായേലിലേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള പുതിയൊരു ശ്രമവും കൂടെ ഇസ്രായേൽ ആരംഭിച്ചിട്ടുണ്ട് ഈ കാലങ്ങളിൽ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടെ നമ്മൾ മീഖായുടെ പുസ്തകം ഇവിടെ അവസാനിക്കുകയാണ്. ഈ പുസ്തകത്തിൽ വടക്കേ രാജ്യമായ ഇസ്രായേലിനോടും തെക്കേ രാജ്യമായ യഹൂദയോടും എന്നും പറഞ്ഞിട്ടാണ്, ശബരിയോടും യെരുശലേമിനോടും കൂടിയുള്ള പ്രവാചകം എന്ന് പറയുമ്പോൾ അത് അവിടെ കൊണ്ട് തീരുന്നതല്ല. ഇന്ന് ജീവിച്ചിരിക്കുന്ന നമ്മളോടും ഈ പുസ്തകം വലിയ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ കാലങ്ങളിലും ഉണ്ടായിരുന്ന ആളുകളോട് സംസാരിച്ചിട്ടുണ്ട്. ഇനിയുള്ള കാലത്തും ഈ മീഖായുടെ പുസ്തകം സംസാരിച്ചു കൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ്. മൂന്നാമത്തെ വായനാഭാഗം യാക്കോബ് എഴുതിയ ലേഖനം, അതിൻ്റെ 3ഉം 4ഉം അധ്യായങ്ങൾ. ഇവിടെ മൂന്നാമത്തെ അധ്യായം ആരംഭിക്കുന്നത്, സഹോദരന്മാരെ, അധികം ശിക്ഷാവിധി വരുമെന്നറിഞ്ഞ് നിങ്ങളിൽ അനേകർ ഉപദേഷ്ടാക്കന്മാരാകരുത്. ഇവിടെ വാക്കിനെ സംബന്ധിച്ച്, നമ്മൾ പറയുന്ന കാര്യങ്ങളെ സംബന്ധിച്ച്, ഉപദേശങ്ങളെ സംബന്ധിച്ച്, അതായത് ഒരു മനുഷ്യൻ അവൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന കാര്യത്തെ സംബന്ധിച്ചുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരാൾ ഉപദേഷ്ടാവാണ്. ഒരുപാട് കാര്യങ്ങൾ പലരും ഉപദേശിക്കും, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, പ്രബോധിപ്പിക്കുന്നു, പ്രസംഗിക്കുന്നു, ദിവസവും പ്രസംഗങ്ങൾ, ദിവസവും ദൈവീക കാര്യങ്ങൾ പ്രസംഗിക്കുന്നു, ഉപദേശിക്കുന്നു ഒക്കെ ചെയ്യുമ്പോൾ അവിടെ ഒരു വലിയ അപകടമുള്ളത്, ഇതെല്ലാം ഉപദേശിക്കുന്ന നമ്മൾ ഇതെല്ലാം ചെയ്യാൻ ബാധ്യസ്ഥരാണെന്നുള്ളതാണ്. അപ്പോൾ ഉപദേശിച്ചുകൊണ്ട് നടക്കുകയും ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോൾ തൻ്റെ നാക്ക് കൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തർക്കും ഈ പറഞ്ഞ ശിക്ഷാവിധി ക്ഷണിച്ചു വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അധികം പ്രസംഗങ്ങൾ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഉപദേശങ്ങൾ ഉപദേശിക്കുന്ന ആൾ അത് ചെയ്യാൻ ബാധ്യസ്ഥനാണെന്നുള്ള കാര്യം മറക്കരുത്. അതുകൊണ്ട് നിങ്ങൾ അനേകന്മാർ ഉപദേഷ്ടാക്കന്മാരാകരുത്. അത് യോഗ്യമായി ചെയ്യാൻ കഴിയുന്നവർ മാത്രം ഉപദേഷ്ടാക്കന്മാരായാൽ മതി. അതുകൊണ്ട് ഇവിടെ പറയുന്നത്, ഒരുത്തൻ്റെ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാണിട്ട് നടത്തുവാൻ ശക്തനായി സൽഗുണപൂർത്തിയുള്ള പുരുഷനാകുന്നു. കുതിരയെ അധീനമാക്കുവാൻ അവൻ്റെ വായിൽ കടിഞ്ഞാണിട്ടതിനെ തിരിക്കുന്നത് പോലെ, കപ്പൽ എത്ര വലിയ കൊടുങ്കാറ്റിലൊക്കെ വരുന്ന അമരക്കാരൻ്റെ ഏറ്റവും ചെറിയൊരു ചുക്കാൻ കൊണ്ട് തനിക്ക് ബോധിച്ച ദിക്കിലേക്ക് അതിനെ തിരിക്കുന്നത് പോലെ നമ്മുടെ ഏറ്റവും ചെറിയൊരു അവയവമാണ് നാവ്. ഈ നാവും വലിയ വമ്പ് പറയുന്നു, ചെറിയ തീ വലിയ കാട് കത്തിക്കുന്നു. നാവും ഒരു തീ തന്നെ. അതുകൊണ്ട് അംഗങ്ങളുടെ കൂട്ടത്തിൽ അനീതി ലോകമായി ദേഹത്തെ മുഴുവൻ മലിനമാക്കി ജീവചക്രത്തിന് തീ കൊളുത്തുകയും നരകത്താൽ അതിന് തീ പിടിക്കുകയും ചെയ്യുന്നു. അപ്പം നാക്കിനെ സൂക്ഷിക്കുന്നതിനെ സംബന്ധിച്ചാണ് ഇവിടെ പറയുന്നത്. പക്ഷിയും മൃഗവും ജലജന്തുക്കളൊക്കെ എല്ലാം മനുഷ്യജാതിയോട് എരുങ്ങുന്നു. എന്നാൽ മനുഷ്യനോട് മെരുങ്ങാത്തൊരു സംഗതി അവനവൻ്റെ നാവ് തന്നെയാണ്. നാവിനെ ആർക്കും മെരുക്കാൻ കഴിയുന്നതല്ല. അതിങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമെന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. അവിടെ പറയുന്നത്, ദൈവത്തിൻ്റെ സാദൃശ്യത്തിലുണ്ടായ മനുഷ്യരെ ശപിക്കുന്നു. ദൈവത്തെ സ്തുതിക്കുന്ന അതേ നാവ് കൊണ്ട് തന്നെ മനുഷ്യരെ ശപിക്കുകയും നമ്മൾ തന്നെ ചെയ്യുന്നുണ്ട്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇത്. അവിടെ അന്ന് യാക്കോബ് എഴുതിയത് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയതാണ്. അതെല്ലാ കാലത്തും ആപ്റ്റായിട്ടുള്ള, അല്ലെങ്കിൽ റിലവൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എല്ലാ മനുഷ്യർക്കും, എല്ലാ കാലത്തെയും മനുഷ്യർക്കും. അതുകൊണ്ട് ദൈവത്തെ കാര്യങ്ങൾ പറയുകയും അതിനെ അനുഗ്രഹിക്കുകയും ചെയ്യുന്ന അതേ നാവ് കൊണ്ട് തന്നെ മനുഷ്യൻ ശപിക്കുകയും ചെയ്യുന്നു. ഒരേ അവയവം കൊണ്ട് തന്നെയാണ്. ഒരേ വായിൽ നിന്ന് തന്നെ സ്തോത്രവും ശാപവും പുറപ്പെടുന്നു.
സഹോദരന്മാർ, ഇങ്ങനെയായിരിക്കുന്നത് യോഗ്യമല്ല. ഉറവിൻ്റെ ഒരേ ദ്വാരത്തിൽ നിന്ന് മധുരവും കയ്പുള്ള വെള്ളം പുറപ്പെട്ടു വരുമോ? സഹോദരന്മാരെ, അത്തിവൃക്ഷം ഒലിവഴവും മുന്തിരിവള്ളി അത്തിപ്പഴവും കായ്ക്കുമോ? ഉപ്പുറവിൽ നിന്ന് മധുരമുള്ള വെള്ളം പുറപ്പെടുകയില്ല. അപ്പോൾ ഈ ദൈവം യേശുക്രിസ്തു പറയുന്ന എന്താ ഒരു വാക്യമുണ്ട്, നിങ്ങളുടെ ഉള്ളിൽ നിറയുന്നത് തന്നെ നാവ് പ്രസ്താവിക്കുന്നതാണ്. അപ്പോൾ ഹൃദയത്തിലില്ലാത്തൊരു കാര്യം നാവിൽ നിന്ന് വരില്ല. വെറുതെ നാവ് കൊണ്ട് മാത്രം വർത്താനം പറയാൻ. അപ്പോൾ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ അത് വരൂ. അപ്പോൾ ഹൃദയം എന്താണ് നിങ്ങളുടെ ഹൃദയത്തിലുള്ളതെന്നുള്ളത് നാവ് വെളിവാക്കുമെന്നാണ്. എന്നിട്ട് ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലവും പിന്നെ സമാധാനവും ശാന്തതയും അനുസരണമുള്ളതും കരുണയും സൽഫലവും നിറഞ്ഞതും പക്ഷപാതവും കപടവും ഇല്ലാത്തതുമാകുന്നു. അപ്പോൾ അത് ഉയരത്തിലുള്ള ജ്ഞാനമാണ് ഓരോരുത്തർക്കും ഉള്ളതെങ്കിൽ അത് നിർമ്മലമായിരിക്കും, സമാധാനമുള്ളതായിരിക്കും, ശാന്തതയും അനുസരണമുള്ളതായിരിക്കും, കരുണയും സൽഫലം നിറഞ്ഞതുമായിരിക്കും, പക്ഷപാതം കാണിക്കാത്തതായിരിക്കും, കപടമില്ലാത്തതായിരിക്കും. അങ്ങനെയായിരിക്കും ഉയരത്തിൽ. ഇപ്പം നമുക്കെല്ലാം ഉയരത്തിൽ നിന്ന് ജ്ഞാനമാണ് ലഭിച്ചിരിക്കുന്നത്. ഈ ഉയരത്തിലുള്ള ജ്ഞാനം യഥാർത്ഥത്തിൽ അത് ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നമ്മളിൽ നിന്ന് പുറപ്പെടുന്ന കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഇവിടെ. അപ്പോൾ അത് തന്നെയാണ് യേശുക്രിസ്തു പറഞ്ഞത്, ഹൃദയം നിറയുന്നത് നാവ് പ്രസ്താവി. ഹൃദയം നിറഞ്ഞ അനുഗ്രഹമാണെങ്കിൽ അനുഗ്രഹം പറയും. ഹൃദയം നിറച്ച് സ്നേഹമാണെങ്കിൽ അത് സ്നേഹം പുറപ്പെടുവിക്കപ്പെടും. ഹൃദയം നിറച്ച് കരുണയുണ്ടെങ്കിൽ അതിൽ നിന്ന് കരുണ പുറപ്പെടും. അപ്പോൾ പുറപ്പെടുന്നത് ഹൃദയം നിറഞ്ഞ് കവിയുന്നതാണ് നാവ് പ്രസ്താവിക്കുന്നതും പുറത്തേക്ക് വരുന്നതും. ഹൃദയത്തിലില്ലാത്തൊരു കാര്യം പുറത്തുണ്ടാകത്തില്ല. വെറുതെ കപടം കാണിച്ച് നിൽക്കാനൊക്കത്തില്ല. അത് നിലനിൽക്കില്ല. അത് അതിനാൾ പോകത്തില്ല. എവിടെയെങ്കിലും അത് ആ മാറ്റി ഒറിജിനൽ സംഗതി പുറത്ത് വരും. അത് കാണിക്കപ്പെടുക തന്നെ ചെയ്യും. 4, നിങ്ങളിൽ ശണ്ഠയും കലഹവും എവിടെ നിന്ന്? നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന ഭോഗേച്ഛകളിൽ നിന്നല്ലയോ? നിങ്ങൾ മോഹിച്ചിട്ടും പ്രാപിക്കുന്നില്ല. നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്തിട്ടും ഒന്നും സാധിക്കുന്നില്ല. നിങ്ങൾ കലഹിക്കുകയും ശണ്ഠയിടുകയും ചെയ്തിട്ടും യാചിക്കായികയാൽ ഒന്നും ലഭിക്കുന്നില്ല. നിങ്ങൾ യാചിക്കുന്നുവെങ്കിലും നിങ്ങളുടെ ഭോഗങ്ങളിൽ ചിലവിടേണ്ടതിന് വല്ലാതെ യാചിക്കുന്നുകൊണ്ടൊന്നും ലഭിക്കുന്നില്ല. അപ്പം ഇത് അവിടെ അപ്പോസ്തലൻ യാക്കോബ് പറയുന്ന ചില കാര്യങ്ങളാണ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ അനുവർത്തിച്ച് വരികയും നമ്മൾ അനുഭവിക്കുന്നതുമായ ചെറിയ ചെറിയ കാര്യങ്ങളും തോന്നാവുന്ന വലിയ വലിയ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. നമ്മൾ യാചിക്കുന്നതിനെ സംബന്ധിച്ചൊക്കെ പറയുന്നുണ്ട്. നമ്മളെങ്ങനെയാണ് യാചിക്കുന്നത്, എന്താണ് നമ്മൾ ആവശ്യപ്പെടുന്നത്, എന്താണ് ദൈവത്തോട് അപേക്ഷിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്, എന്തിനെക്കുറിച്ചൊക്കെയാണ്, ഇതൊക്കെയാണ് അതിനകത്ത് അന്വേഷിക്കുന്നത്. അതുകൊണ്ട് ദൈവഹിതപ്രകാരമല്ലാത്തത് കൊണ്ട് നിങ്ങളത് പ്രാപിക്കുന്നില്ല. എന്നാൽ ദൈവം പറഞ്ഞിരിക്കുന്നത് എന്താണ്? ക്രിസ്തു പറഞ്ഞിരിക്കുന്നത്, എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്തപേക്ഷിച്ചാലും ദൈവം നിങ്ങൾ തരും. എന്തപേക്ഷിച്ചാലും ദൈവം നിങ്ങൾക്ക് തരുമോ? അങ്ങനെ എന്തപേക്ഷിച്ചാലും ദൈവം നമുക്കൊന്നും ഒന്നും തരില്ല. അതെന്താണ് എന്തപേക്ഷിച്ചാലും എന്നുള്ളതെന്ന് നമ്മൾ അവിടെ നിന്ന് തന്നെ പഠിക്കണം. ക്രിസ്തു എന്തായിരിക്കും ഈ പറഞ്ഞത്? എൻ്റെ നാമത്തിൽ എന്തപേക്ഷിച്ചാലും നിങ്ങൾക്ക് ദൈവം തരും എന്ന് പറഞ്ഞ ആ എന്ത് അപേക്ഷിച്ചാലും എന്ത് വേണമെങ്കിലും എന്നുള്ളതിൻ്റെ ആശയം എന്തെന്ന് നമ്മൾ പഠിക്കണം. അപ്പോൾ അത് പ്രകാരം അപേക്ഷിക്കുന്നതേ കിട്ടുകയുള്ളൂ, അല്ലാത്തൊന്നും കിട്ടത്തില്ല. അപ്പം അതുകൊണ്ട് നമ്മുടെ ഭോഗേച്ഛകളിൽ വല്ലാതങ്ങ് ചെലവിടാനുള്ളതായതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള പ്രാർത്ഥനകൾ അതൊന്നും ദൈവത്തിന് ഹിതകരമായ പ്രാർത്ഥനയല്ലാത്തതുകൊണ്ട് അതൊന്നും സംഭവിക്കില്ല, അതൊന്നും ലഭിക്കില്ല എന്ന് തന്നെയാണ്. അവിടെ വീണ്ടും താഴോട്ട് വരുമ്പം ലോകസ്നേഹം അവിടെ വ്യഭിചാരികളാണ് പറയുന്നത്. എന്നാലും ആർക്കും അത് വേണമെങ്കിൽ എടുക്കാവുന്നതേ ഉള്ളൂ. ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആകയാൽ ലോകത്തിൻ്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിൻ്റെ ശത്രുവായി. ഇപ്പോൾ ലോകപ്രകാരമുള്ള ജീവിതം ജീവിക്കുവാനും ലോകത്തിൻ്റെ വഴികൾ നടക്കുവാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ലോകത്തിൻ്റെ വഴിയൊന്നും ദൈവത്തിൻ്റെ വഴിയല്ല എന്നുള്ളതാണ് ദൈവം ഇവിടെ പറയുന്നത്. എന്നാൽ ദൈവം അധികം കൃപ നൽകുന്നു. ദൈവം അധികം കൃപ നൽകാൻ മനസ്സുള്ളവനാണ്, അത് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അത് ഒരു ദൈവത്തിൻ്റെ ഒരു നേരത്തെ പറഞ്ഞിരിക്കുന്ന ഒരു വചനം ഇവിടെ കോട്ട് ചെയ്തിരിക്കുന്നത്, ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. അപ്പം നിങ്ങൾക്കെതിരെയുള്ള എല്ലാ എതിരികളും നിങ്ങളെ വിട്ട് ഓടിപ്പോകും. എപ്പോൾ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങും. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ദൈവത്തിന് കീഴടങ്ങി ജീവിച്ചാൽ നമുക്ക് വരുന്ന എല്ലാ പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും സങ്കടങ്ങളോ എന്തായാലും നമുക്കതിനെ അതിജീവിക്കാനുള്ള ശക്തിയും ബലവും ലഭിക്കും. അതിനെയൊക്കെ നമ്മൾ തരണം ചെയ്യും എന്നുള്ളതാണ് ദൈവം ഇവിടെ പറയുന്നത്. അല്ലാതെ ദൈവത്തിനല്ല കീഴ്പ്പെടുന്നത്. ലോകപരമായ കാര്യങ്ങൾക്കാണ്, പണത്തിനാണ്, മറ്റ് ചില ബന്ധങ്ങൾക്കാണ് പ്രധാനം. മനുഷ്യമായ ചില ബന്ധങ്ങൾക്കാണ് ദൈവത്തെക്കാളും പ്രാധാന്യം കൊടുത്താൽ അവിടെ നമുക്ക് ഈ പറഞ്ഞ ജയമോ അല്ലെങ്കിൽ വിടുതലോ ഒന്നും ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കരുത്.
ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, അവൻ നിങ്ങളോട് അടുത്ത് വരും. ദൈവം നിങ്ങളോട് അടുത്ത് വരും, അപ്പം നിങ്ങൾ അങ്ങോട്ട് അടുത്ത് ചെല്ലുവിൻ എന്നല്ല. മറിച്ച് ആദ്യം നമ്മളാണ് ആ കാലെടുത്ത് വെക്കേണ്ടത്. നമ്മൾ ദൈവത്തോട് അടുത്ത് വരുമ്പം ദൈവത്തോട് അടുത്ത് വരാൻ തക്കമുള്ള യോഗ്യതയിൽ വേണം വരാൻ. ചുമ്മാ ദൈവത്തിൻ്റെ അടുത്തോട്ട് ചെന്ന് കയറി, അല്ലെങ്കിൽ ആലയത്തിൻ്റെ അടുത്ത് ചെന്ന് കയറി, അല്ലെങ്കിൽ ആലയത്തിൽ ഏറ്റവും അടുത്ത് അവിടെ ഇരിക്കുന്ന പ്രതിമ ഇരിക്കുന്ന സ്ഥലത്ത് പോയിരിക്കുക എന്നുള്ളതൊന്നും അല്ല എൻ്റെ അർത്ഥം. അവിടെ നമ്മൾ മാനസികമായി വിശുദ്ധീകരിക്കപ്പെട്ട് ദൈവ സ്വഭാവത്തോടെ, എല്ലാം ദൈവ സ്വഭാവമാണ്. ഏതാണ്? കരുണ, ദീർഘക്ഷമ, സ്നേഹം ഒക്കെ ഒക്കെ ആത്മാവിൻ്റെ ഫലങ്ങളെന്നാണ് പറയുന്നത്. ആത്മാവ് ഏത് ആത്മാവിൻ്റെ? ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഫലങ്ങൾ. മനുഷ്യൻ്റെ പുറപ്പെടുന്ന മനുഷ്യൻ്റെ മനസ്സിൻ്റെ അല്ലെങ്കിൽ മനുഷ്യ ആത്മാവിൻ്റെ ഫലങ്ങൾ തന്നെയാണ്. പക്ഷേ ഇതെവിടെ നിന്നാണ് വരുന്നത്? ദൈവത്തിൽ നിന്ന് വരുന്നതാണ്. കരുണ, സ്നേഹം, ദീർഘക്ഷമ, പരോപകാരം എല്ലാം ദൈവത്തിൽ നിന്ന് വരുന്നതാണ്. അപ്പം ആ ദൈവിക സ്വഭാവങ്ങൾ നമ്മൾ വളർത്തിക്കൊണ്ട് മാത്രമേ നമുക്ക് ദൈവത്തിനടുത്ത് ചെല്ലാനൊക്കെ ഉള്ളൂ. അല്ലാതെ എല്ലാ അശുദ്ധികളോടും കൂടി ഒരിക്കലും നമുക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം കരുതൊക്കെയും കരിഞ്ഞ് കഴുകി കളഞ്ഞ് ഒരു രൂപാന്തരം, നമ്മുടെ ഹൃദയത്തിൻ്റെ രൂപാന്തരം പ്രാപിച്ചാൽ മാത്രമേ, ഒരു മാനസാന്തരം പ്രാപിച്ചുകൊണ്ട് മാത്രമേ ദൈവത്തിനടുത്തോട് ചെല്ലാനൊക്കെ. അപ്പോൾ ദൈവത്തിനടുത്ത് ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. അല്ല നടന്ന് പള്ളിയിലോട്ട് കയറിപ്പോകുന്ന കാര്യത്തെക്കുറിച്ചല്ല, അല്ലെങ്കിൽ എല്ലാ അശുദ്ധിയോടും കൂടി തൻ്റെ പാപത്തോടും കൂടി ബൈബിൾ തുറന്നു വെച്ച് വായിച്ചിട്ടല്ല, ദൈവത്തിൻ്റെ അടുത്ത് വന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോഴല്ല, മറിച്ച് നമ്മൾ ക്രമീകരണങ്ങൾ വരുത്തിയിട്ട് ഉള്ള ദൈവത്തിൻ്റെ അടുത്തോട്ട് ചെല്ലുക എന്നുള്ളതാണ്. അവൻ നിങ്ങളെ അടുത്ത് വരും എന്നാണ് അതിനെ സംബന്ധിച്ച് പറയുന്നത്. താഴോട്ട് ചില ഉപദേശങ്ങളൊക്കെ പറയുന്നുണ്ട്. അവിടെ വായിക്കുന്നത്, പാപികളെ കൈകളെ വെടിപ്പാക്കുവിൻ, ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങളെ വിശുദ്ധീകരിപ്പിൻ, സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരവിൻ. ഏതാണ്? നമ്മളാൽ ഉണ്ടായ, ദൈവത്തിനുണ്ടായ സങ്കടത്തെ, വ്യസനത്തെ, നമ്മളാൽ ദൈവത്തിനുണ്ടായ ദുഃഖത്തിനെ ഓർത്ത് നമ്മൾ ദുഃഖിച്ച് കരയണം. അല്ലാതെ വേറെ എന്തെങ്കിലും ഭൗതികമായ എന്തെങ്കിലും കഷ്ടമുണ്ടാകുമ്പോൾ, വേദന ഉണ്ടാകുമ്പോൾ കരയുന്നതിനെ കുറിച്ചല്ല, മറിച്ച് സങ്കടപ്പെട്ട് കരയണം. ഹൃദയങ്ങളെ ശുദ്ധീകരിക്കണം, സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരയണം. ഞാൻ കാരണം ദൈവത്തിനുണ്ടായ സങ്കടത്തിന് നമ്മൾ ദുഃഖിക്കണം, കരയണം. നിങ്ങളുടെ ചിരി ദുഃഖമായും സന്തോഷം വിഷാദമായും തീരട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ താഴുവിൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. കർത്താവിൻ്റെ സന്നിധിയിൽ എപ്പോഴും താഴ്ന്നിരിക്കുക എന്നുള്ളതാണ്. അത് താഴ്ന്നിരിക്കുക എന്നുള്ളത് എങ്ങനെയൊക്കെയാണ് ജീവിതത്തിൽ നമുക്കത് പ്രാവർത്തികമാക്കാൻ കഴിയുക? അതിൻ്റെ പ്രയോറിറ്റൈസേഷൻ ഒരു വാക്ക്, മുൻഗണന എന്നൊരു വാക്കിൽ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ഒതുക്കാൻ പറ്റും. അപ്പോൾ ഏത് കാര്യം വരുമ്പോഴും മുൻഗണന ദൈവിക കാര്യങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ അതാണ് ദൈവത്തിൻ്റെ മുമ്പിൽ താഴുക എന്ന് പറയുന്നതിൻ്റെ ഒരു ആശയം. നമുക്കത് പ്രായോഗികമായിട്ട് എങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു വാക്കാണ് ഞാൻ ഈ പറഞ്ഞത്, മുൻഗണന കൊടുക്കുക എന്നുള്ളത്. എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന് മുൻഗണന. അതല്ല വായിക്കുന്നത്, മുമ്പേ അവൻ്റെ രാജ്യനീതി അന്വേഷിപ്പ് എന്ന് പറയുന്നത്. മുൻഗണന ദൈവത്തിൻ്റെ കാര്യത്തിൽ കൊടുത്തിട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വിഷയം വരുമ്പോൾ ഇവിടെ ഞാൻ ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കണമോ അതോ വേറെ ഏതെങ്കിലും പക്ഷത്ത് നിൽക്കണമോ? ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കണമോ പണത്തിൻ്റെ പക്ഷത്ത് നിൽക്കണമോ? ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കണമോ എൻ്റെ തൊഴിൽ എന്ന കാര്യത്തിൻ്റെ പക്ഷത്ത് നിൽക്കണമോ? ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കണമോ അതോ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ മകൻ്റെയോ അവൻ്റെ ഇഷ്ടത്തിൽ നിൽക്കണമോ? ഇതൊക്കെയാണ് പ്രയോറിറ്റൈസേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ താഴുക എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ദൈവത്തെ ഉയർത്തി സംസാരിക്കേണ്ടതാണെങ്കിൽ സംസാരിക്കണം. പ്രവൃത്തി കൊണ്ട് ദൈവത്തിൻ്റെ ഭാഗത്ത് നിൽക്കണമെങ്കിൽ ചിലപ്പോൾ അത് മനുഷ്യൻ വഴക്ക് പറയുകയോ ചീത്ത വിളിക്കുകയോ, അല്ലെങ്കിൽ മനുഷ്യൻ നമ്മളെ കളിയാക്കുകയോ, നീ ചെയ്തത് ശരിയല്ല തെറ്റാണെന്ന് പറയുകയോ ഒക്കെ ചെയ്യും. പക്ഷെ നമ്മുടെ മനസ്സാക്ഷി കൊണ്ട് ദൈവം പറഞ്ഞ വാക്കിന് ആണ് ഞാൻ ദൈവപക്ഷത്താണ് നിൽക്കുന്നത്, ദൈവം പറഞ്ഞാണ് ഞാൻ അനുസരിക്കുന്നത്, ഈ ഭൂരിപക്ഷം പറയുന്ന മനുഷ്യൻ പറയുന്നതല്ല, എൻ്റെ മക്കൾ ഭാര്യയൊക്കെ പറയുന്നതല്ല, ഞാൻ എൻ്റെ ഭർത്താവ് പറയുന്നതല്ല, ഞാൻ ദൈവം പറയുന്നത് കേട്ടുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ള ബോധ്യത്തിൽ ചിലപ്പം കഷ്ടവും പീഡയും ഒക്കെ സഹിക്കേണ്ടി വരും. അതങ്ങനെ നിൽക്കുമ്പോഴാണ്, അവിടെയാണ് നമ്മൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പ്രയോറിറ്റി എന്ന് പറയുന്നതും ദൈവസന്നിധിയിൽ താഴുക എന്ന് പറയുന്നതും ഒക്കെ ആ കാര്യമാണ്. അപ്പം അങ്ങനെ ദൈവപക്ഷത്ത് നിൽക്കുവാൻ നമ്മൾ ശ്രമിച്ചാൽ ദൈവം നമ്മളെ കൈവിടുകയില്ല എന്ന് തന്നെയാണ് യാക്കോബ് വെറുതെ പറയുന്നതാണല്ലോ. യാക്കോബ് ഒരു സമയത്ത് യേശുക്രിസ്തുവിനെ എതിർത്ത് നടന്ന ആളാണ്. ആരും അംഗീകരിച്ചില്ല. സ്വന്തം സഹോദരന്മാരുണ്ട്, വീട്ടിൽ അവരുടെ ബന്ധുക്കളുണ്ട്, ചർച്ചക്കാരുണ്ട്, ആരും യേശുക്രിസ്തുവിനെ അംഗീകരിച്ചില്ല. യാക്കോബും യേശുക്രിസ്തുവിനെ അംഗീകരിച്ചിരുന്ന ആളല്ല. ആ യാക്കോബ് തൻ്റെ ജീവിതത്തിൽ യേശുക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് വീണ്ടും ഇവരുടെ മുമ്പിലൊക്കെയും കാണുകയൊക്കെ ചെയ്തതിന് ശേഷമാണ്, യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിന് ശേഷവും ഒക്കെയാണ് ഈ പറഞ്ഞ മനുഷ്യൻ യേശുക്രിസ്തുവിനെ അംഗീകരിക്കുകയും ദൈവത്തിൻ്റെ ഒരു ദാസനായി മാറുകയും സഭയുടെ മൂപ്പനായിട്ടോ ഒക്കെ മാറുകയും ഒക്കെ ചെയ്യുന്നത്. അത് നമ്മൾ വായിക്കുന്നുണ്ടോയെന്ന് എനിക്ക് ഓർമ്മയില്ല.
ദൈവത്തിൻ്റെയും കർത്താവായ യേശുവിൻ്റെയും ദാസനായ യാക്കോബ് എന്നാണ് ആദ്യം തന്നെ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ യാക്കോബ് തന്നെ എഴുതും, ഞാൻ അവരുടെ ദാസനാണെന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പം അങ്ങനെയായിരുന്ന യാക്കോബ് ആയി മാറിയ യാക്കോബാണ് ഈ എഴുതുന്നത്. തൻ്റെ അനുഭവത്തിൻ്റെയും കൂടെ വെളിച്ചത്തിലാണ് ഇത് എഴുതുന്നത്. അതല്ലാതെ ചുമ്മാ വെറുതെ എഴുതുന്നതല്ല. തനിക്കൊരു അനുഭവം ഈ സംഗതി സംബന്ധിച്ചുണ്ട്. അത് ദൈവസന്നിധിയിൽ താഴുവിൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. അവർ താഴ്ന്നു കൊടുത്ത ആളാണ്. അങ്ങനെയാണ് യേശുക്രിസ്തു അംഗീകരിക്കുമ്പോൾ ദൈവത്താൽ അയക്കപ്പെട്ടവൻ യേശുക്രിസ്തു എന്നൊക്കെ പറയുമ്പോൾ അവൻ ദൈവത്തിൻ്റെ പദ്ധതിക്കും ദൈവത്തിൻ്റെ വാക്കുകൾക്കും ഒക്കെ അവൻ താഴ്ന്നു കൊടുത്തവനാണ്. അത് അംഗീകരിച്ചവനാണ്, മനസ്സിലാക്കിയവനാണ്, തിരിച്ചറിഞ്ഞവനാണ്, സമർപ്പിക്കപ്പെട്ടവനാണ്. അപ്പോൾ അതാണ് യാക്കോബിന് ഇതൊക്കെ പറയാൻ കഴിയുന്നത്. അപ്പം അങ്ങനെ അതുകൊണ്ടാണ് യാക്കോബ് ഈ പ്രവൃത്തിയും വിശ്വാസവും ഒക്കെ പറയുന്നത്. എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നല്ലേ, അതെല്ലാം അതൊരു തിരിച്ചറിവിൽ നിന്ന്, അനുഭവത്തിൽ നിന്നൊക്കെ പറയേണ്ട കാര്യങ്ങളാണ്. സഹോദരന്മാരെ, അന്യോന്യം ദുഷിക്കരുത്. തൻ്റെ സഹോദരനെ ദുഷിക്കുകയും വിധിക്കുകയും ചെയ്യുന്നു. ന്യായപ്രമാണത്തെ ദുഷിക്കുകയും ന്യായപ്രമാണത്തെ വിധിക്കുകയും ചെയ്യുന്നു. ന്യായപ്രമാണത്തെ വിധിക്കുന്നുവെങ്കിൽ നീ ന്യായപ്രമാണം അനുഷ്ഠിക്കുന്നവനല്ല, വിധിക്കുന്നവനത്രേ. ന്യായപ്രമാണ കർത്താവ് ന്യായാധിപതിയും ഒരുവനേ ഉള്ളൂ. രക്ഷിക്കാനും നശിപ്പിക്കാനും ശക്തനായവൻ തന്നെ. അതാരാണ്? സർവശക്തനായ ദൈവം. ആ ദൈവമാണ് ന്യായപ്രമാണ കർത്താവ്, ന്യായാധിപതിയും ഒരുവനേ ഉള്ളൂ. ആ ഒരുവൻ ന്യായപ്രമാണത്തിൻ്റെ കർത്താവ് ആരാണ്? ദൈവമാണ്. ന്യായാധിപതി ആരാണ്? ദൈവമാണ്. ക്രിസ്തുവും ന്യായാധിപതിയുമാണ്. പക്ഷേ ആ ന്യായാധിപതിക്കും ഒരു ന്യായാധിപതിയുടെ മേളിലുള്ള ന്യായാധിപന്മാരിൽ ന്യായാധിപൻ, കർത്താക്കന്മാരിൽ കർത്താവ്, രാജാക്കന്മാരിൽ രാജാവ്. അങ്ങനെയുള്ള ദൈവത്തിനെ, സർവശക്തനായ ദൈവത്തെ ആണ് ഇവിടെ പറയുന്നത്. എല്ലാം ഒരുവൻ തന്നെ. രക്ഷിക്കാനും നശിപ്പിക്കാനും കഴിവുള്ളവനും അവൻ തന്നെ. അപ്പം അങ്ങനെ ഉള്ള ഒരു അധ്യായവും കൂടാണ് ഇവിടെ അവസാനിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം, നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്? അല്പനേരത്തെ കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ. ആയിരക്കണക്കിന് വർഷങ്ങൾ ഇവിടെ ഭൂമി കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇനി എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞു പോകാനുണ്ടായിരിക്കും. അവിടെയൊക്കെ നമ്മുടെ 70, 80, 100 വർഷമെന്ന് പറയുന്നത് ഈ വലിയ ഒരു ചരുവത്തിനകത്തെ ഒരു തുള്ളി പോലും ഇല്ലാത്ത വിധം, അല്ലെങ്കിൽ കടലിലെ ഒരു ഗ്ലാസ് വെള്ളം പോലെയാണ്. അത്ര ചെറിയ ഒരു കാലയളവിലെ ജീവിതമാണ് നമുക്കുള്ളത്. അതാണ് ഇവിടെ പറഞ്ഞത്, അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ. നമ്മുടെ ജീവിതം ഒരു ആവിയാണ്. ആവി പോലുള്ള ജീവിതമാണ്. കുറച്ച് ജീവിതമേ നമുക്കുള്ളൂ. മൊത്തം ലോകത്തിൻ്റെ കാലഘട്ടം ദൈർഘ്യം നോക്കിയാൽ അവിടെ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നാണ്. കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരുന്ന് ഇന്നത് ചെയ്യുമെന്നല്ലയോ പറയേണ്ടതെന്നാണ്. അപ്പോൾ എന്താണ് പലരും പറയുന്നത്? ഞാൻ നാളെ അവിടെ പോകണം, അവിടെ ആ ഒരു കാര്യം ചെയ്യുന്നുണ്ട്, അവിടെ പോയി ഇന്ന കച്ചവടം ചെയ്യാണ്ട്, അവിടുന്ന് അതിനൊരു ഏകദേശം ഇത്ര രൂപ ലാഭം കിട്ടണം, അതിനെടുത്ത് അങ്ങനെയാണ് ഇങ്ങനെയാണൊക്കെ നമ്മൾ വളരെ പ്ലാനിങ് ഒക്കെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അല്ലെങ്കിൽ നമ്മളും പ്ലാൻ ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ ആ പ്ലാനിങ് ഒക്കെ നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത്, ദൈവം അനുവദിച്ചാൽ ഞാനത് ചെയ്യും, ദൈവത്തിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞാനത് ചെയ്യും എന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ ഇതുമാതിരി വമ്പൊന്നും പറയരുതെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ നാളെ പറഞ്ഞ് ചെയ്യാണ്ടിരിക്കുന്ന കാര്യം നാളെ നമ്മൾ ഉണ്ടോ ഇല്ലോ എന്ന് നമുക്കറിയില്ലല്ലോ. നമ്മൾ നാളെ ജീവിച്ചിരുന്നാൽ മാത്രമേ കാര്യം ചെയ്യാൻ ഒക്കുള്ളൂ. അപ്പം അങ്ങനെ ജീവിച്ചിരുന്നാൽ തന്നെ മറ്റു കാര്യങ്ങൾ അനുകൂലമാകണം. ഇതൊക്കെ ദൈവത്താൽ സാധ്യമാകേണ്ട കാര്യം. ദൈവം അനുവദിച്ചാലും മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, അത് ചെയ്യും ഇത് ചെയ്യുമെന്ന് പറയരുതെന്ന് പറഞ്ഞ് ദൈവത്തിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരുന്ന് ഇന്ന കാര്യങ്ങൾ ചെയ്യും എന്നുള്ളതായിരിക്കണം. പുറത്ത് പറഞ്ഞില്ലെങ്കിൽ പോലും നമ്മുടെ മനസ്സിലുണ്ടാകണം. പുറത്തും പറഞ്ഞാൽ നല്ലത് തന്നെ, എന്നാലും ഹൃദയത്തിൽ പൂർണ്ണമായി അതുണ്ടാകണം എന്നുള്ളതാണ് എന്നുമല്ലോ പറയേണ്ടത്. നിങ്ങളോ വമ്പ് പറഞ്ഞ് പ്രശംസിക്കുന്നു. ഈ വക പ്രശംസയെല്ലാം ദോഷമാകുന്നു. നന്മ ചെയ്യാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവനത് പാപം തന്നെ എന്നൊരു വാക്ക് പറഞ്ഞുകൊണ്ടാണ് 4-ാമത്തെ അധ്യായം അവസാനിക്കുന്നത്. നന്മ ചെയ്യാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവൻ. നമുക്കറിയാവുന്ന ഏറ്റവും വലിയ നന്മ ഏതാണ്? ഏറ്റവും ബെസ്റ്റ്, ഏറ്റവും നല്ല നന്മയാണ്, ഏറ്റവും മുന്തിയ നന്മ ഏതാണ്? ഒന്ന് ചിന്തിച്ചാൽ ദൈവരാജ്യം അറിയിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ മുമ്പിൽ ഒരു മനുഷ്യന് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ നന്മ. അത് ചെയ്യാൻ അറിഞ്ഞിട്ടും ചെയ്യുന്നില്ലെങ്കിൽ അത് പാപം തന്നെ എന്നാണ്. അപ്പോൾ പാപം നമ്മൾ ചെയ്യുന്ന ഒരാളെ നുള്ളുകയും കടിക്കുകയും ചീത്ത പറയുകയും ചെയ്യുന്നതല്ല, മാത്രമല്ല പാപം. ഏറ്റവും വലിയ പാപം ഒരു മനുഷ്യന് നന്മ ചെയ്യാൻ അറിഞ്ഞിട്ട് അത് ചെയ്യാണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഏറ്റവും വലിയ നന്മ അതാണെന്ന് നമ്മൾ തിരിച്ചറിയുകയും അതൊരു മനുഷ്യനോട് പോലും പറയാതിരിക്കുകയും ചെയ്യുന്നത് നമ്മൾ പാപത്തിലാണ്, നമ്മൾ ദൈവത്തിനെതിരെയുള്ള പ്രവൃത്തിയിൽ നമ്മളായിരിക്കുന്നു. പക്ഷെ അത് നമുക്കങ്ങനെ തോന്നത്തില്ല. നമ്മൾ കൽപ്പിച്ചിരിക്കുന്ന കാര്യത്തിനെതിരെ പ്രവർത്തിക്കുന്നതിനൊക്കെ സംബന്ധിച്ച് തെറ്റെന്ന് പറയുള്ളൂ. ദൈവം ഒരിടത്തും നിങ്ങൾ എല്ലാവരും പോയി സുവിശേഷം അറിയിക്കാനൊന്നും പറയുന്നില്ല. പക്ഷേ യേശുക്രിസ്തു പറയുന്നുണ്ട്.
അപ്പോൾ യേശുക്രിസ്തു ആരുടെ പക്ഷത്തു നിന്നാണ് പറയുന്നത്? ആരുടെ വാക്കാണ് യേശുക്രിസ്തു പറയുന്നത്? യേശുക്രിസ്തു പറയുന്നതിനെ യേശുക്രിസ്തു പറഞ്ഞതായിട്ടും ദൈവം പറഞ്ഞ കാര്യത്തെ ദൈവം പറഞ്ഞതായിട്ടും നമുക്ക് കാണാൻ ഒക്കുമോ? യേശുക്രിസ്തു പറഞ്ഞതിനും ദൈവം പറഞ്ഞതായിട്ട് തന്നെ നമ്മൾ കാണണം. അതിന് ദൈവം പറയേണ്ട കാര്യങ്ങളാണ്. ഇപ്പോൾ പ്രവാചകന്മാരല്ലേ പറഞ്ഞിട്ടുള്ളൂ കാര്യങ്ങളൊക്കെ. നമ്മൾ പഴയ നിയമത്തിൽ ദൈവം നേരിട്ട് വന്ന് പറഞ്ഞോ? പ്രവാചകന്മാർ പറഞ്ഞ കാര്യമല്ലേ? പുതിയ നിയമത്തിലെ പ്രവാചകനാണ് യേശുക്രിസ്തു. യേശുക്രിസ്തു പറയുന്ന കാര്യങ്ങൾ ദൈവം പറഞ്ഞ കാര്യങ്ങളാണ്. യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങൾ പോയി സർവ്വ ജനത്തോടും സുവിശേഷം അറിയിപ്പിക്കുന്നതാണ്. അപ്പോൾ ആ സുവിശേഷം അറിയിക്കുന്നതാണ് ഏറ്റവും വലിയ നന്മ. അത് അല്പമൊക്കെയും ചെയ്തിട്ടുണ്ടെങ്കിലും ഞാനും അത് ഈ പറഞ്ഞ പോലെ അതേ അർത്ഥത്തിൽ നിരന്തരം സുവിശേഷം അറിയിച്ചുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്ന ജോലി ഞാനും ചെയ്യുന്നില്ല. അത് സമ്മതിച്ചുകൊണ്ട് തന്നെയാണ് ഞാനിത് പറയുന്നത്. നമുക്ക് പക്ഷേ എന്നാൽ പൂർണ്ണമായും അറിയിക്കാതിരുന്നിട്ടില്ല. ചിലരൊക്കെയും അറിയിച്ചും ചിലരൊക്കെ വിശ്വാസത്തിലൊക്കെ വരികയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്നാൽ അതും പോരാ. നമുക്കറിയാവുന്ന ഏറ്റവും വലിയ നന്മയെന്ന് പറയുന്നത് മറ്റുള്ളവരുടെ സുവിശേഷം അറിയിക്കുക എന്നുള്ളതാണ്. അതിന് മുൻഗണന കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ നേരത്തെ വായിച്ചത്? ദൈവസന്നിധിയിൽ താഴുക എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ താഴ്ന്നാൽ മാത്രമേ ഈ ഒരു കാര്യം ചെയ്യാനൊക്കെയുള്ളൂ. അല്ല ഇതൊന്നും സാരമില്ല, ആരെങ്കിലുമൊക്കെ അറിയിച്ചോളും എന്നുള്ളത് അല്ല. നമ്മൾ തന്നെ ഇത് അറിയിക്കേണ്ടതാണ്. നമുക്ക് സൗജന്യമായി ലഭിച്ചതല്ലേ, അത് സൗജന്യമായി കൊടുപ്പിനും ദൈവത്തിൻ്റെ വചനവും നമ്മുടെ മുമ്പിലുണ്ടല്ലോ. സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു, സൗജന്യമായി കൊടുത്തു. നിങ്ങൾ എന്തെങ്കിലും ഉരുൾ നേർച്ച നേർന്നിട്ടാണോ? എന്തെങ്കിലും കുരിശുമരണം അനുഭവിച്ചിട്ടാണോ? എന്തെങ്കിലും ത്യാഗം ചെയ്തിട്ടാണോ? ഒരു ത്യാഗവും ചെയ്തിട്ടില്ല. സൗജന്യമായി ലഭിച്ചതല്ലേ. നമ്മൾ അങ്ങോട്ട് പോയി അന്വേഷിച്ചാണ്, നമ്മളെ തേടി ഇങ്ങോട്ട് വന്നതല്ലേ സുവിശേഷം. അപ്പോൾ അതുകൊണ്ട് ദൈവം പറയുന്നത് നിങ്ങൾക്ക് സൗജന്യമായി ലഭിച്ചു, സൗജന്യമായി കൊടുക്കുന്നു. അപ്പോൾ ആ ഒരു ചെറിയ വാക്യമാണ്. ആ വാക്യത്തിനകത്ത് സുവിശേഷം സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ദൈവത്തിൻ്റെ ചുരുക്കമായി പറയുന്ന വാക്കുകൾക്കകത്തൊക്കെയും വലിയ ആശയങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്നും അത് അന്വേഷിച്ച് പോയാൽ നമുക്ക് വാചകങ്ങളും പുസ്തകങ്ങളും താളുകളും ഒന്നും തികയാതെയും വരും. എന്താണ് എഴുതിയിരിക്കുന്നത്? നന്മ ചെയ്യാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവന് അത് പാപം തന്നെ എന്ന് പറയുന്നത്. ലോകത്ത് അനേകം നന്മകളുണ്ട്. എല്ലാ കാര്യങ്ങളും ചേർത്ത് ഒരു നന്മ എന്നങ്ങ് പറഞ്ഞു വെച്ചാൽ അതവിടെ തീരും. അത്രയേ ഉള്ളൂ. ഒരാൾക്ക് പണമില്ലാത്തൊരുവന്, ദരിദ്രനായിരിക്കുന്ന ഒരാൾക്ക്, ആഹാരമില്ലാത്ത ഒരാൾക്ക് ഒരു തരം ആഹാരം വാങ്ങിച്ചു കൊടുക്കുക, അയാൾക്ക് കുറേ പണം കൊടുക്കുക, ഇതൊക്കെ നന്മ ചെയ്യണം. അപ്പോൾ നന്മയുടെ ലിസ്റ്റ് കോടാനുകൂടി നന്മകൾ നമ്മുടെ മുമ്പിൽ ചെയ്യാനും കാണാനുമുണ്ട്, അത് പറയാനുണ്ട്. എല്ലാം നന്മകൾ തന്നെ. പക്ഷെ ആ നന്മയ്ക്കകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നന്മയാണ് സുവിശേഷം അറിയിക്കുക, ദൈവരാജ്യം അറിയിക്കുക എന്നുള്ളത്. ആ ഒരു കാര്യം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരികയുമില്ല. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് ആ ഒരു സുവിശേഷത്തെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. നന്മയെക്കുറിച്ച് പറയാൻ എല്ലാം നന്മ തന്നെ, ആ നന്മ ചെയ്യുക എന്ന് പറഞ്ഞ് തീർക്കാൻ പറ്റും, ചുരുക്കി തീർക്കാം, ഒറ്റ വാക്കിൽ തന്നെ നിൽക്കും. പക്ഷേ സുവിശേഷത്തെക്കുറിച്ച് പറയുമ്പോൾ ആ ഒരു വാക്യം മതിയാകുകയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ഒരു ഉത്തരവാദിത്വമാണ്, അല്ലെങ്കിൽ ദൈവിക കൽപ്പന തന്നെയാണ്. യേശുക്രിസ്തു പറയുന്നത് കൊണ്ട് അത് കൽപ്പന തന്നെയായി മാറുകയാണ്. സുവിശേഷം അറിയിക്കുക എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു പറയുന്നത് കൽപ്പനയാണ്, ദൈവിക കൽപ്പനയായിട്ട് നമ്മൾ കാണണം. അപ്പോൾ ഈ ഒരു കാര്യത്തിലും കൂടെ നമുക്കുള്ള കുറവിനെ പരിഹരിക്കുവാൻ ദൈവം നമുക്ക് മുന്നോട്ടുള്ള ദിവസങ്ങളിൽ നമുക്ക് ഇടവരുത്തട്ടെ. നമുക്കറിയാവുന്ന ഒരാളിനോട് അത് പലപ്പോഴും എങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയാത്തതിൻ്റെ ഒരു പ്രശ്നം എല്ലാവർക്കും ഉണ്ട്. എങ്ങനെയാണ് ഒരാളോട് സുവിശേഷം അറിയിക്കേണ്ടത്? അപ്പോൾ അത് ചിലപ്പം ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ് ജീവിച്ച് നടക്കുന്ന ആളായിരിക്കാം. അവരോടും പറയണമല്ലോ, അവരറിഞ്ഞിരിക്കുന്ന അവരറിഞ്ഞിരിക്കുന്ന ഈ ദൈവത്തെ സംബന്ധിച്ചും ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള അറിവ് ശരിയായിരിക്കണമെന്നില്ല, വചനപ്രകാരമായിരിക്കണം, ബൈബിളിലെ വിശ്വാസമായിരിക്കണമെന്നില്ല അവർക്കുള്ളത്. അപ്പോൾ ക്രിസ്ത്യാനിയോട് എന്തിനാ പറയാൻ നമുക്ക് തോന്നും. പക്ഷേ ക്രിസ്ത്യാനിയോടും പറയേണ്ട അവസ്ഥയാണ് ഇന്ന് ബഹുഭൂരിപക്ഷവും വളരെ സിംഹപക്ഷവും ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ് നടക്കുന്നവർക്ക് ബൈബിളിലെ സത്യങ്ങൾ അറിയില്ല എന്ന് പറയുമ്പോൾ എന്നോട് കോപിച്ചിട്ട് കാര്യമില്ല, അത് സത്യമാണ്. ആ സത്യത്തിൽ നിന്ന് ആ സത്യം അതായിരിക്കെ തന്നെ ബൈബിളിലെ സത്യത്തിലേക്ക് കൂട്ടിവരുത്തുന്നത് ആവശ്യമാണ്. അതുകൊണ്ട് ക്രിസ്ത്യാനി എന്ന് പറയുന്ന ആളിനോടും സുവിശേഷം അറിയിക്കേണ്ടതുണ്ട്, ഒരു ഹിന്ദു ആയിട്ടുള്ള ആളിനോട് സുവിശേഷം അറിയിക്കേണ്ടതുണ്ട്, ഒരു മുസ്ലിം ഒരാളിനോട് സുവിശേഷം അറിയിക്കേണ്ടതുണ്ട്, എല്ലാ ജാതികളിലുള്ള ആൾക്കാരും എല്ലാ ദേശക്കാരോടും അറിയിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് അറിയിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ വാക്കുകളാണല്ലോ അറിയിക്കുന്നത്. ആ വാക്കുകൾ എങ്ങനെയാണ് ഒരാളിനെ ഇതിൻ്റെ താല്പര്യം ജനിപ്പിക്കണം. അവർക്കിത് കേൾക്കാൻ ഒരു താല്പര്യം ജനിപ്പിക്കുന്ന വാക്കുകൾ, നമ്മുടെ ട്രെയിൻഡ് വാക്കുകൾ നമ്മൾ പറയണം. അപ്പോൾ മാത്രമേ അയാൾക്ക് താല്പര്യമുണ്ടാകും. കേൾക്കാൻ താല്പര്യം വേണമല്ലോ. അല്ല നമുക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം അങ്ങോട്ട് അടിച്ചേൽപ്പിച്ച് പറയുന്നതല്ല അതിൻ്റെ വിജയം. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തെ സംബന്ധിച്ച് പറയുമ്പം അയാൾ ഇതെന്താ അങ്ങനെ എന്നാ പറ എന്ന് പറയുന്നൊരു മനോഭാവത്തിലേക്ക് വന്നാൽ മാത്രമേ അവർ താല്പര്യക്കാരാവണം, അവർ കേൾക്കാൻ ഇഷ്ടമുള്ളവരാകണം.
അതിനുള്ള വാക്കുകളാണ് നമ്മൾ പ്രയോഗിക്കേണ്ടത്. അല്ലാതെ ഒരാളെ വിളിച്ചിരുത്തി നമുക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം അങ്ങ് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇതാണ് ബൈബിൾ പറയുന്നത്, ഇതാണ് ബൈബിൾ പറയുന്നത്, ഇതാണ് ബൈബിൾ പറയുന്നത് പറഞ്ഞാൽ അയാൾ കേട്ടോണ്ട് കുറേ കഴിച്ചിട്ട് എഴുന്നേറ്റ് പോകും. നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടും നമ്മളോട് ബഹുമാനം കൊണ്ടും ചിലപ്പോൾ അയാൾ കുറേ നേരം ഇരിക്കും. പക്ഷേ അത് അയാൾ ഹൃദയത്തെ സ്പർശിക്കണമെന്നില്ല. മറിച്ച് അയാൾക്ക് താല്പര്യം ജനിക്കുമാറ് ഏതെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ മാത്രമേ അതിനുള്ള കാര്യങ്ങൾ വേണം നമ്മൾ പറയാൻ. അയാൾക്ക് താല്പര്യം ജനിക്കണം, കേൾക്കാനുള്ള താല്പര്യം ഉണ്ടാക്കണം, അയാൾ ആവശ്യക്കാരനായി മാറണം. അപ്പോഴേ ഇത് യഥാർത്ഥ ഫലം കായ്ക്കുള്ളൂ. അതുകൊണ്ട് നമ്മളിത് എങ്ങനെയാണ് ദൈവമേ ഒരാളോട് സുവിശേഷം അറിയിക്കേണ്ടതെന്നുള്ളത് പ്രാർത്ഥിച്ച് നിരന്തരം പ്രാർത്ഥിച്ച് അത് നമ്മളതൊരു വശത്താക്കി കൊണ്ട് മാത്രമേ മറ്റുള്ളവരോട് സംസാരിക്കാവൂ. ഇല്ലെങ്കിൽ ജനനവും മരണവും ഒരുമിച്ചായിരിക്കും, ഉദയവും അസ്തമയവും ഒരുമിച്ച് സംഭവിക്കും. ആരും നമ്മളെ കേൾക്കാൻ നിൽക്കത്തില്ല. അതിന് കേൾക്കാൻ തക്കവണ്ണമുള്ള വാക്കുകളാണ് നമ്മൾ സംസാരിക്കേണ്ടത്. അതവർക്ക് താല്പര്യം ജനിപ്പിക്കണം. ആ താല്പര്യം തുടർന്ന് നമ്മൾ വചനത്തിലേക്ക് അവരെ നോക്കുവാൻ, അവർക്ക് വചനത്തിൽ നിന്ന് കാര്യങ്ങൾ വചനം തുറന്നു വെച്ച് വചനം കാണിച്ച് തന്നെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും വേണം. നമ്മുടെ ഹൃദയത്തിലുള്ള നമ്മുടെ അഭിപ്രായങ്ങളല്ല പറഞ്ഞു കൊടുക്കേണ്ടത്. വചനത്തിൽ നിന്ന് ഒന്നോടൊന്ന് ചേർത്ത് നോക്കിയിട്ട് ഞാൻ ഇതാകുന്നു എന്ന് കണ്ടെന്ന് പറഞ്ഞതുപോലെ ഒരു വിഷയത്തെ സംബന്ധിച്ച് പറയുമ്പോൾ പുസ്തകത്തിലെ പല ഭാഗത്തു നിന്നും പല കാലഘട്ടത്തിൽ പല ആളുകൾ എഴുതിയ അതിനെ സംബന്ധിച്ചുള്ള വസ്തുതകൾ കാണിച്ചു കൊടുക്കാൻ നമ്മൾ അറിഞ്ഞിരിക്കണം. അങ്ങനെ കാണിച്ചു കൊടുത്തുകൊണ്ട് മാത്രമാണ് വിശ്വാസത്തിലേക്ക് വരാൻ. നമ്മുടെ അഭിപ്രായം കാര്യങ്ങൾ പറയാൻ ലോകത്ത് ഇഷ്ടം പോലെ അഭിപ്രായങ്ങളുണ്ട്. ആ അഭിപ്രായങ്ങൾ ആർക്ക് വേണമെങ്കിലും പറയാം. ആ അഭിപ്രായത്തിൽ ഒരാൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അയാളുടെ പുറകെ പോകാം. പക്ഷെ നമുക്കങ്ങനല്ല. നമ്മൾ ബൈബിൾ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ട് മാത്രമേ അത് നിലനിൽക്കുകയുള്ളൂ. അതിനെ വിശ്വാസി ജനിപ്പിക്കാൻ കഴിയുള്ളൂ. അതാണ് ശാശ്വതമാകുകയുള്ളൂ. അല്ലെങ്കിൽ വേറൊരു അഭിപ്രായം വരുമ്പോൾ ആ അഭിപ്രായം കേട്ട് അതിൻ്റെ പുറകെ പോകും. ആ അഭിപ്രായത്തിന് ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ബൈബിളാണെങ്കിൽ ആ ബൈബിളിലെ വാക്യം കണ്ടാണ് അവർ വിശ്വസിക്കുന്നതെങ്കിൽ അവർ ഈ സത്യത്തിൽ നിൽക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ അവസാനം പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ച് ഓരോരുത്തർക്കും അതിൻ്റേതായ പ്രാഗൽഭ്യം ലഭിക്കട്ടെ. അതിനായി സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ അങ്ങയുടെ സുവിശേഷം ഭൂമി മുഴുവൻ എത്തുമാറാകട്ടെ. അങ്ങയുടെ പരിജ്ഞാനം സർവ്വഭൂമിയിൽ നിറയുമാറാകട്ടെ. അങ്ങനെ അങ്ങയുടെ മഹത്വം സർവ്വഭൂമിയിൽ എത്തുമാറാകട്ടെ. അങ്ങയുടെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നന്ദി കർത്താവേ. ഈ വലിയ അനുഗ്രഹത്തിന് ഞങ്ങൾ ഓരോരുത്തരെയും പ്രാപ്തരാക്കിയതിന് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. പ്രിയ വായനാ സുഹൃത്തെ, നമുക്ക് വീണ്ടും പുതിയ വായനാ ഭാഗങ്ങളുമായിട്ട് നാളെ കാണാം. സർവശക്തനായ ദൈവത്തിന് നന്ദി. കേട്ടിരുന്ന താങ്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.